നമസ്കാരം. ചെങ്കടലിലും ഒമാൻ കടലിലും ഇറാന്റെ താണ്ഡവം. ചൈനയെ പാട്ടിലാക്കാൻ ട്രംപിന്റെ തന്ത്രം. ഏറെ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വരുമ്പോൾ അത് സ്ഥിരീകരിക്കാതെ ഇറാൻ മാറി നിൽക്കുമ്പോൾ ചെങ്കടലിലും ഒമാന്റെ കടൽ തീരങ്ങളിലുമൊക്കെ ഇറാൻ താണ്ഡവമാടുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് തുറന്നു നൽകുവാനുള്ള തന്റെ തീരുമാനം, അതായത് ഈ ഹോർമൂസ് കടലെടുക്ക് സ്ഥിരമായിട്ട് തുറന്നു നൽകുവാനുള്ള തന്റെ തീരുമാനത്തിൽ ചൈന പോലും അതീവമായിട്ടുള്ള സന്തുഷ്ടരാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൂടി ട്രംപ് കുറിച്ചു വച്ചിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും പാടെ അവഗണിച്ചുകൊണ്ട് ഇറാന്റെ കൂറ്റൻ എണ്ണ ടാങ്കർ സുരക്ഷിതമായിട്ട് ഹോർമൂസ് കടലിലേക്ക് കടന്നുവെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെല്ലുവിളികളെയെല്ലാം ഇറാൻ അവഗണിക്കുന്നതോടെ പുതിയ അവകാശവാദവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഹോർമൂസ് കടലിലേക്ക് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ട്രംപിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ ഇറാൻ തയ്യാറാവുമ്പോൾ ഇറാന്റെ താണ്ഡവം കാണുവാൻ, അത് ഈ ചെങ്കടലിലാണെങ്കിലും ഒമാൻ കടലിലാണെങ്കിലും ഒക്കെ ഇറാന്റെ മിസൈൽ താണ്ഡവം കാണുവാൻ തയ്യാറെടുത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഹോർമൂസ് കടലിലേക്ക് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. തടസ്സങ്ങൾ നീക്കി ഹോർമൂസ് കടലിലേക്ക് തുറക്കുന്നതിൽ ചൈനയ്ക്ക് വലിയ സന്തോഷമുണ്ട് എന്നുള്ളതാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. ലോകരാജ്യങ്ങൾക്കും ചൈനയ്ക്കും വേണ്ടിയാണ് താൻ ഈ നീക്കം നടത്തുന്നത് എന്നും ഇറാൻ ആയുധങ്ങൾ കൈമാറില്ല എന്ന് ചൈന തനിക്ക് ഉറപ്പ് നൽകിയതായിട്ടും ട്രംപ് അവകാശപ്പെട്ടു കഴിഞ്ഞു. വരാനിരിക്കുന്ന ആഴ്ചകളിൽ താൻ ചൈന സന്ദർശിക്കുമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്നെ ഊഷ്മളമായി സ്വീകരിക്കുമെന്നും ട്രംപ് വാദിക്കുന്നുണ്ട്. ചൈനയ്ക്കും ലോകത്തിന് മുഴുവനും വേണ്ടിയാണ് താനിത് ചെയ്യുന്നത്, ഇനി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ട്രംപ് കുറിച്ചു വെക്കുമ്പോഴും ഹോർമൂസ് കടലിലേക്ക് താൻ സ്ഥിരമായി തുറന്നു കൊടുക്കുന്നതിൽ ചൈനയ്ക്ക് വലിയ സന്തോഷമുണ്ടോ എന്നുള്ള അവകാശവാദം കൂടി മുന്നോട്ട്. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്, പിന്നെ ഈ ലോകത്തിന് വേണ്ടി. ഇങ്ങനെ ഒരു സാഹചര്യം ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറയപ്പെടുന്ന ട്രംപ് ഇറാനിലേക്ക് ആയുധങ്ങൾ അയക്കില്ലെന്ന് ചൈന സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചാഴ്ചകൾക്കുള്ളിൽ താൻ അവിടെ എത്തുമ്പോൾ, അതായത് ചൈനയിൽ എത്തുമ്പോൾ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു സ്വീകരിക്കുമെന്നും ഞങ്ങൾ വളരെ ബുദ്ധിപരമായും മികച്ച രീതിയിലുമാണ് ഒന്നിച്ചു പ്രവർത്തിക്കുന്നതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്, എന്നാലൊന്ന് ഓർക്കുക, പോരാടേണ്ടി വന്നാൽ നമ്മൾ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൽ വളരെ മിടുക്കന്മാരായി മുന്നോട്ട് പോകണം, മറ്റുള്ള ആരെക്കാളും മികച്ചവരാകണം, അതായിരിക്കണം ചെയ്യേണ്ടത്. അതേസമയം ട്രംപിന്റെ ഈ പ്രസ്താവനകളോട് ചൈന ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ ദിവസവും ചൈന പറഞ്ഞിട്ടുണ്ട്, ചൈന ഇറാനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വ്യാപാരങ്ങൾ നടത്തുക തന്നെ ചെയ്യുമെന്ന്. അതിൽ ഞെട്ടൽ പൂണ്ടിട്ടാണ് ട്രംപ് ഇപ്പോൾ ചൈനയെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് പുതിയ തന്ത്രങ്ങൾ മെനയുന്നത് എന്നതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ നിർണായകമായി മാറുന്ന ഒരു ഘടകമാണ്. US ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും ഇറാൻ തന്നെ കപ്പലുകൾ ഹോർമൂസ് കടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അത് പുറത്തു വരുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് യുദ്ധത്തിന്റെ സാധ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉപരോധം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള നാവിക ഉപരോധം അടക്കം ഏർപ്പെടുത്തി മുന്നോട്ട് പോവുകയും നാവിക ശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ US തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ട്രംപിന്റെ ഈ ഇപ്പോഴത്തെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പിന്മാറ്റം എന്ന് പറയപ്പെടുന്നത്, ആ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ചൈന ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് രംഗത്തെത്തിയതോടുകൂടിയാണ്. അതുകൊണ്ടാണ് അമേരിക്കയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ള സൂചനകളാണ് മുന്നോട്ട് വരുന്നത്. ഇറാന് മേൽ ഉപരോധം പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നു. എന്നാൽ തങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് ചൈന കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ ഹോർമൂസ് കടലിലേക്ക് തടസ്സപ്പെടുത്തുന്നത് ആഗോള വിപണിയെയും ഒപ്പം തന്നെ ചൈനയുടെ എണ്ണ ഇറക്കുമതിയെയും ഒക്കെ ബാധിക്കുമെന്ന് ബീജിംഗ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ചൈനയും കടന്നു പോകുന്നത്. അപ്പൊ ഇതിന് പിന്നാലെയാണ് കടലിടുക്ക് എല്ലാ കാലത്തേക്കുമായിട്ട് തുറന്നു നൽകുമെന്നുള്ള ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ US ഉപരോധം വെല്ലുവിളിച്ചാണ് ഇറാൻ അവരുടെ ടാങ്കർ ഹോർമൂസ് കടലിലേക്ക് കടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അന്താരാഷ്ട്ര ജലാശയങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിലേക്കും പിന്നിട്ടാണ് ടാങ്കർ ഇറാനിയൻ തീരത്തുകൾ എത്തിച്ചേരുന്നത്. ഏകദേശം 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കാൻ ശേഷിയുള്ള വെരി ലാർജ് ക്രൂഡ് കാരിയർ വിഭാഗത്തിൽപ്പെട്ട സൂപ്പർ ടാങ്കറാണിത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ തടയുമെന്ന US സൈനിക മുന്നറിയിപ്പ് നിലനിൽക്കുകയായിരുന്നു ഈ നീക്കം നടന്നത്.
അപ്പോൾ സാധാരണയായിട്ട് ഉപരോധം മറികടക്കാൻ കപ്പലുകൾ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫ് ചെയ്യാറുണ്ട് എങ്കിലും ഈ സൂപ്പർ ടാങ്കർ യാത്രയിലുടനീളം സിഗ്നലുകൾ ലഭ്യമാക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അമേരിക്കൻ ഉപരോധത്തിലുള്ള വ്യക്തമായിട്ടുള്ള വെല്ലുവിളിയായിട്ട് കാണപ്പെടുന്നു. മുംബൈയിലെ ഇറാൻ കോൺസുലേറ്റ് ജനറൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വിവരവും പുറത്തുവിട്ടിരിക്കുന്നത്. യാതൊരു തടസ്സവുമില്ലാതെ കപ്പൽ ഇറാനിയൻ തീരത്തെത്തി എന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ അവകാശവാദത്തെ അമേരിക്ക ശരിവച്ചിട്ടുമില്ല. അതേസമയം ഇറാൻ അമേരിക്കയുടെ നാവിക ഉപരോധത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഉപരോധം തുടർന്നാൽ പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടല്, ചെങ്കടല് എന്നിവിടങ്ങളിലൂടെയുള്ള ആഗോള വ്യാപാരം തടസ്സപ്പെടുത്തുമെന്ന് ഇറാന്റെ സൈനിക കമാൻഡർ അലി അബ്ദുല്ലാഹി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെങ്കടലും ഒമാൻ കടലുമൊക്കെ പിടിച്ചടക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? പതിയെ പതിയെ റഷ്യയും ഇതിനകത്തേക്ക് എത്തപ്പെടും. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ യുദ്ധം തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ അമേരിക്ക ഈ രാജ്യത്തെ വെട്ടിപ്പിടിക്കാൻ തുടങ്ങും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ ഒരു സമാധാനം എന്നുള്ള ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ള. അപ്പോൾ ഇറാന്റെ സൈനിക കമാൻഡറായിട്ടുള്ള അലി അബ്ദുല്ലാഹി പറയുന്നു, രാജ്യത്തിന്റെ പരമാധികാരം സൂക്ഷിക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നും ഇറാൻ പറയുകയാണ്. നിലവിലെ ഈ സാഹചര്യം, നിലവിലെ വെടിനിർത്തൽ കരാർ, ആ വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കുന്നതാണ് അമേരിക്കയുടെ നീക്കമെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാന്റെ ഭീഷണി നിലനിൽക്കെ ട്രംപ് നടത്തിയ പുതിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് മേഖലയിലെ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ചെങ്കടലിലും ഒമാൻ കടലിലുമൊക്കെ ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുക്കപ്പെടുന്ന തരത്തിലേക്കുള്ള സമീപനം അമേരിക്ക സ്വീകരിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് മറ്റുള്ള രാജ്യങ്ങളുടെ അധികാരങ്ങളിലേക്ക് കടന്നു കയറ്റം നടത്താൻ ശ്രമിക്കുന്ന ട്രംപിനെ നിലയ്ക്ക് നിർത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത്. അതുകൊണ്ടാണ് ചെങ്കടലിലും ഒമാൻ കടലിലുമൊക്കെ ഇറാന്റെ പരസ്യമായ താണ്ഡവം ഉണ്ടായത്. വളരെ കൃത്യമായിട്ട് ട്രംപിനെ തകർക്കുക, അമേരിക്കയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇറാൻ ഏത് നിമിഷം വേണമെങ്കിലും, കാരണം 22-ാം തീയതി ഈ വെടിനിർത്തൽ കരാറ് പൂർത്തിയാകുമ്പോൾ അടുത്ത ദിവസം മുതൽ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ അമേരിക്കയെ തകർത്തിരിക്കും, അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയ്ക്കെതിരെ ആയുധം തൊടുത്തു തുടങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വേദനാജനകം. ഇവിടെ ചൈന പോലുള്ള രാജ്യങ്ങൾ, റഷ്യ പോലുള്ള ജനങ്ങൾ, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ നാറ്റോയിൽ നിന്ന് പുറത്തിറങ്ങി ഇറാന് പിന്തുണ നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയൊരു കലുഷിതമായിരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതിലേക്ക് കൊണ്ട് എത്തിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വലിയൊരു യുദ്ധസമാനമായൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചൈന കൂടി മറ്റൊരു ഭാഗത്ത്, ഇറാന്റെ ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ചൈനയെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ വലിയ തന്ത്രം ട്രംപ് നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതിലൊക്കെ എത്രത്തോളം വിജയിക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയും.